ഇന്ന് നല്ല മഴയാണ്, പുറത്ത് കിടക്കുന്നത്. അപ്പം വിചാരിച്ച് നമ്മുടെ ബെഡ്റൂം ഇന്നൊരു വീഡിയോ ആയിട്ട് നമുക്ക് അങ്ങ് എടുക്കാൻ. എന്റെ ബെഡ്റൂമും അപ്പം എല്ലാവരെയും ഒന്ന് കാണിക്കാം. വീട് ഫുള്ളായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇന്ന് മഴയൊക്കെ ആയിട്ട് ചുമ്മാ ബെഡ്റൂമിൽ ഇരുന്ന് രാവിലെ എഴുന്നേക്കാൻ പോലും താമസിച്ചു. അപ്പൊ പിന്നെ ബെഡ്റൂമിന്റെ ഒരു വീഡിയോ അങ്ങാവാന്ന് വെച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കിയാൽ ബെഡ്റൂം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ സമയം പോവും. അപ്പൊ വിചാരിച്ച് നമുക്ക് ഇന്ന് ഇങ്ങനെ കാണിച്ചിട്ട് ഇനി ഞാൻ ബെഡ്റൂം ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ലൊരു വീഡിയോയും കൂടെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ബെഡ്റൂമാണിത്. അപ്പം എന്റെ ഇക്കാടെ ബെഡ്, പിന്നെ വന്നിട്ട് ഞാൻ ഒരുങ്ങുന്ന സ്ഥലത്തൊന്നും പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നുമില്ല. എന്ന് വെച്ചാല് എന്റെ മോൾ ഒരുങ്ങാൻ തുടങ്ങിയ പിന്നെ എനിക്ക് യാതൊന്നും കിട്ടുന്നില്ല. മേക്കപ്പ് സാധനങ്ങളൊന്നും കിട്ടത്തില്ല. എന്താ പറയുന്നത്, ചീപ്പ് പോലും അവൾ എടുത്തോളൂ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു പിന്നെ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഫോട്ടോ, പണ്ട് എന്റെ മക്കളൊക്കെ ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ എന്റെ കപ്പ് പൊട്ടിയതാണ്. പൊട്ടിയ കപ്പിൽ ഞാനൊരു ചെടി വെച്ചു. അത് പക്ഷെ നന്നായിട്ട് വളർന്നു വന്നു. അപ്പം അതിങ്ങനെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് എന്റെ ബാഗ് നിങ്ങൾക്കറിയാലോ, ഞാൻ വാങ്ങിയതാണ് ഇപ്പൊ ഓൺലൈനിൽ നിന്ന്, അതുണ്ട്. പിന്നെ വന്നിട്ട് അവിടെ എന്റെ തയ്യൽ മെഷീൻ ഉണ്ട്. എന്റെ മെഷീൻ ഇവിടെയാണ് ഞാൻ വെക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലഗ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. ഇത് കുത്തി നമുക്ക് തയ്ക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ തേക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളു. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ ഒരുപാടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ രാവിലെ ചുമ്മാ ഇരുന്നപ്പോ തോന്നിയ ഒരു വീഡിയോ ആണ്. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. പണ്ടത്തെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമിലുള്ള ഞങ്ങളാണ്. അപ്പൊ ഇതൊന്ന് സൂം ചെയ്തൊന്ന് കാണിക്കാം. എൻ്റെ ഇക്കാടേയും കൂടെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഗൾഫിൽ നിന്നും വന്ന സമയത്ത് ഇതെൻ്റെ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോയും ഇതിക്കാടെ പഴയ ഒരു ഫോട്ടോയുമാണ്. നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു ഇക്കായ്ക്ക്. ഇപ്പം ഒരുപാട് അങ്ങ് ക്ഷീണിച്ചു പോയി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫോട്ടോയാണ്. ഞാനത് ഇതുവരെ അലമാരിയിൽ നിന്നും മാറ്റത്തില്ല. പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ളവരിങ്ങനെ ഫോട്ടോ അലമാരിൽ ഒട്ടിച്ചു വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഒരുവിധം എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഈ അലമാരി എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ തന്നെയാണ്. എൻ്റെ വാപ്പ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അതിനി എത്ര കാലമായാലും ഞാനത് എൻ്റെ ബെഡ്റൂമിൽ നിന്ന് മാറ്റത്തില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു അലമാരിയാണ് ഈ അലമാരി. എന്ന് വെച്ചാൽ ഇത് തേക്ക് കൊണ്ടാണ് ഈ അലമാരി പണിഞ്ഞേക്കുന്നത്. തേക്ക് കൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് വെട്ടിപ്പൊളിച്ച് ഇത് ഇനി ഒരു അലമാരിയും കൂടെ പണിയാനുള്ള തടി ഇതിനകത്തുനിന്ന് എടുക്കാം. എന്ന് വെച്ചാൽ ഈ ബാക്കിലെ തടിയൊക്കെ ആണെങ്കിൽ നല്ല കട്ടിക്ക് തന്നെ ചെയ്തു വെച്ചേക്കുക. അപ്പൊ അന്ന് ചെയ്ത ആശാരി തന്നെ പറഞ്ഞായിരുന്നു, വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കീറിയിട്ട് ഒന്നും കൂടെ ചെയ്യണം. അത്രയും കട്ടിക്ക് ചെയ്തിട്ടുള്ള ഒരു അലമാരിയാണ് ഇത്. തേക്കാണ്, ഒറിജിനൽ തേക്കാണിത്. അപ്പം ഒറിജിനൽ തേക്ക് മുറിച്ച് അങ്ങനെ ചെയ്ത അലമാരിയാണ് ഇത്. ഞാൻ മരിക്കോളം എനിക്ക് സ്വപ്നമായിട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കൊണ്ട് നടക്കും. അത്ര ഇഷ്ടമുള്ള ഒരു അലമാരിയാണിത്. പിന്നെ ഇതിനകത്ത് ഫുള്ള് എൻ്റെ ഇക്കാടെയും ഡ്രസ്സും സാധനങ്ങൾ. ഇപ്പൊ ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ സാധനങ്ങളെല്ലാം ഉണ്ട്, ഇങ്ങനെ നിറഞ്ഞിരിക്കുക. അത് പക്ഷെ ഒരു ഓർഡർ ആക്കിയിട്ട് നിങ്ങളെ ഇപ്പൊ പരിചയപ്പെടുത്തണമെങ്കിൽ എനിക്ക് ഒരു രീതിയിലും പറ്റത്തില്ല. ആ രീതിക്ക് നിറഞ്ഞിരിക്കുക. എന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സ് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം മുകളിലത്തെ നിലയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അല്ലാതെ എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളാണ്. അപ്പം നിങ്ങളെ കാണിക്കണ ഒരു ഓർഡർ ഒക്കെ വേണമല്ലോ. അപ്പൊ അതനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. പിന്നെ ഞാനവിടെ ചെറിയൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിപ്പോ ആയി വരുന്നേ ഉള്ളൂ, സെറ്റായി വരുന്നേ ഉള്ളൂ. പിന്നീട് വന്നിട്ടെന്ന് പറഞ്ഞാല് ഇവിടെ ഇങ്ങനെ കുറച്ച് ചെരുപ്പ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്ക അലൂമിനിയം ഫാബ്രിക്കേഷന്റെ വർക്ക് ആയത് കാരണം ആ പുള്ളി പറഞ്ഞത് എനിക്ക് നല്ല കാണാന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ചെയ്ത് തരാം അലമാരിന്ന്. പക്ഷെ എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ല. ഇത് തന്നെ വേണമെന്ന് ഞാൻ വാശിയിലാണ്. അപ്പം ഇത് ഞാൻ ഒരിക്കലും മാറ്റത്തില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇതെന്റെ വാപ്പിച്ച് കാണുവാണെങ്കിൽ ഞാൻ പറഞ്ഞ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ 24 28 തച്ച് ചെയ്ത് സ്വന്തമായിട്ട് തേക്ക് മുറിച്ച് ചെയ്തെടുത്ത് എത്ര വർഷം, 18 വർഷത്തിന് മുമ്പേ ചെയ്തതാണ്. അടിപൊളി അലമാരി. ഇത് ഇനി എത്ര വർഷമായാലും ഇതിനൊരു കുഴപ്പവും വരുത്തുകയില്ല. അപ്പം രാവിലെയൊക്കെ എണീക്കുമ്പം നല്ല വെട്ടമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ കട്ടി കുറഞ്ഞൊരു പിന്നെ
എന്താ കർട്ടൻ ഇട്ടേക്കുന്നത്. ഒരുപാട് കട്ടിയാകുമ്പോൾ നമ്മുടെ ബെഡ്റൂം അങ്ങ് ഇരുണ്ട് പോകും. ലൈറ്റ് കളറിനോട്, ഈ ഒരു വൈറ്റ് ഇങ്ങനെയൊക്കെയുള്ള കളറിനോടാണ് ഇക്കാക്കും താല്പര്യം, എനിക്കും താല്പര്യം. അതുപോലെ തന്നെ ഈ കളർ ഇവിടെ പെയിന്റ് ചെയ്തതും എന്റെ താല്പര്യമല്ല, ഇക്കാട് താല്പര്യം. പുള്ളിക്ക് ഈ കളർ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം അത് അവിടെ അടിച്ചേക്കുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ രാവിലെയൊക്കെ എഴുന്നേറ്റ് നമുക്ക് റൂമൊക്കെ തുറന്നാലും നല്ല വെട്ടമൊക്കെ കിട്ടും. ഇങ്ങനെ നമുക്ക് കാറ്റും മഴയും ഒക്കെ കാണാം. അവിടെ വീടുണ്ട്. നമുക്കിങ്ങനെ മുകളിലത്തെ നിലയിലാണ് ഞങ്ങളുടെ ബെഡ്റൂം. മൊത്തത്തിൽ 3 നിലയാണ്. അപ്പൊ താഴെയുണ്ട്, പിന്നെ ഇത് സെന്ററിലുള്ളതാണ്. അപ്പം അവിടെയാണ് എൻ്റെ ബെഡ്റൂം. അപ്പം നമുക്ക് ഇടയ്ക്കൊന്നും കാറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും വെട്ടും ഒക്കെ കിട്ടും. മക്കളുടെ 2 പേരും ബെഡ്റൂം മേളിലാണ്. അപ്പൊ അടുത്ത വീഡിയോ ഇനിയിപ്പോ അവരുടെ ബെഡ്റൂം ചെയ്യണം, പ്ലാൻ ഉണ്ട്. അവരുടെ ബെഡ്റൂം ചെയ്യണം, മൊത്തത്തിൽ വീഡിയോ ചെയ്യണം, മൊത്തത്തിൽ വീടിന്റെ ഫുൾ ഒരു വീഡിയോ ചെയ്യണം, അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഇവിടെയും ജനലൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ വീട് അവിടെ ഒരു വീടാണ്. ഞങ്ങൾക്കിവിടെ അവിടെ ആളൊക്കെ നിൽപ്പുണ്ട്. നമുക്കിപ്പോ രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റും ഒക്കെ കിട്ടും. നല്ല നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന നല്ല റൂമാണ്. കൂടുതൽ സമയമൊന്നും ഞങ്ങൾ ഇവിടെ അധികം സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും നൈറ്റ് ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ കൂടുതൽ പകൽ സമയത്തൊക്കെ ഞങ്ങൾ മുകളിൽ ചെന്നിട്ട് അവിടെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊള്ളും. അങ്ങനെ പിന്നെ കൂടുതൽ സമയം ഇവിടെ അങ്ങനെ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെള്ള ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ വെള്ള കട്ടൻ അതങ്ങനെ ചെടിയാവുമോ അങ്ങനെയൊന്നും ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അധികം അങ്ങനെ ഇവിടെ ആരും കേറാറോ ചവിട്ടിത്തേക്കാറോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. ഇവിടെ വന്നിട്ട് ഒരു വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ബെഡ്റൂമിൽ എപ്പോഴും ഒരു വേസ്റ്റ് ബിന്ന് വെക്കണം. എന്നുവെച്ചാൽ നമ്മൾ മുടി ചീവിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെടുത്ത് സാധനം എടുത്താൽ, ഞങ്ങൾ ഒരുവിധം എല്ലാ റൂമുകളിലും വേസ്റ്റ് ബിന്ന് വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഏത് റൂമിലായാലും കിച്ചണിലായാലും ഹോളിലായാലും എവിടെ ആണെങ്കിലും നമുക്ക് വേസ്റ്റ് വരും. നമ്മൾ എടുക്കുന്ന പേപ്പറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഞങ്ങൾ അത് ഇടാനായിട്ടുള്ള ഒരു വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട്. ഇത് നിറച്ച് ആമസോണിലെ സാധനങ്ങൾ പ്രൊഡക്റ്റ് വരുന്ന കവറുകളാണ്. അപ്പം അതും ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് ഒന്നിച്ചെടുത്ത് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം സൺഡേ ഞങ്ങള് ബെഡ്റൂമിലെ എല്ലാ പിന്നെ വേസ്റ്റ് ബിന്നുകളും നീക്കം ചെയ്യുന്നതായിരിക്കും. അത് ക്ലീൻ ചെയ്ത് വെക്കുക. അതുവരെ ഞങ്ങള് വേസ്റ്റ് ബിന്നിൽ തൊടാറില്ല. നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കത്തുള്ളത് അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എനിക്കിഷ്ടമില്ല, ഇക്കാര്യം ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നാലും ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ എല്ലാവരും ബെഡ്റൂമിൽ കാണും. ഞങ്ങളുടെ ബെഡ്റൂമിലും ഉണ്ട്. എന്താന്ന് ചോദിച്ചാല് ഡ്രസ്സ് ഓടി വന്ന് ഊരിയിട്ട് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഉണ്ട്. അത് ഞങ്ങൾക്ക് 2 പേർക്കുള്ളതാണ്. ഇക്കാടെ പാന്റ്, എന്റെ ഡ്രസ്സുകളെല്ലാം അത് ഞങ്ങളിങ്ങനെ ഒളിച്ചു വെക്കും. എന്ന് വെച്ചാല് അവിടെ ഇവിടെ ഒന്നും ഇടാനും പറ്റത്തില്ല. സ്റ്റാൻഡ് അങ്ങനെയുള്ളതൊന്നും ഇവിടെ ഇല്ല. ഞങ്ങൾ മുകളിലത്തെ നിലയില്ല, ഞങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഞങ്ങൾ മുകളിലായിടുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഓടി വരുമ്പോൾ ചില സമയത്ത് സാഹചര്യത്തില് ഡ്രസ്സ് മാറുന്നത് ഇവിടെ ആയിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഒളിച്ചുകൊണ്ടിടും. ഇപ്പൊ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ബെഡ്റൂം അങ്ങനെ ഒരു ഇതാ. പക്ഷെ എൻ്റെ ഇക്കാക്ക് ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ റൂമിനോട് ചേർന്ന് തന്നെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. വെളിയിലായിട്ട് ഇതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭിത്തിയുടെ അപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറ്റാച്ച്ഡ് അത്ര താല്പര്യം ഇല്ലാത്തതിന്റെ പേരില്ല. ബാക്കി 1-2 ബെഡ്റൂമിനൊക്കെ നമുക്ക് അറ്റാച്ച്ഡ് നമ്മൾ ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ സ്വന്തം ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് വേണ്ടാന്ന് പറഞ്ഞത് കാരണം നമ്മൾ അന്ന് സെറ്റ് ചെയ്തിട്ടില്ല. ഈ ബെഡ്റൂം മാറാൻ അപ്പുറത്ത് തന്നെ ഞങ്ങളുടെ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് മാറാന്ന് പറഞ്ഞാൽ എനിക്ക് കൈക്ക് ഒട്ടും താല്പര്യമില്ല. ഇക്ക പറയുന്നത് തന്നെ ഈ ബെഡ്റൂം തന്നെ മതി, അറ്റാച്ച്ഡ് ഒട്ടും താല്പര്യം ഇല്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അന്നേരം എനിക്ക് അത്ര താല്പര്യം ഇല്ലല്ലോ. എനിക്കിപ്പം ഏറ്റവും ഇഷ്ടം തോന്നുന്നത് അത് തന്നെയാണ്. നമ്മളെപ്പോഴും ബെഡ്റൂമിൽ നിന്നും കുറച്ച് മാറി ബാത്റൂം സെറ്റ് ചെയ്യുന്നത് തന്നെ. ഇപ്പം എല്ലാ വീട് വെച്ചാലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു ചോദ്യം. പക്ഷെ എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ല. നമ്മുടെ ബെഡ്റൂമിൽ നിന്നും കുറച്ച് മാറി തന്നെ ബാത്റൂം സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. എന്റെ അനുഭവം കൊണ്ട് ഇപ്പം ഇത്രയും വർഷം കൊണ്ടുള്ള ഒരു അനുഭവം കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ വന്നിട്ടാണെങ്കിൽ ഞാനൊരു ലക്കി ബാമ്പു വെച്ചിട്ടുണ്ട്. ഇത് പക്ഷെ നന്നായിട്ട് ഇപ്പൊ കിളിച്ചു വരുന്നുണ്ട്. കാണാനും നല്ല രസമാണ്. ഇതിൽ നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ
ഡെയിലി ഒഴിച്ചൊക്കെ കൊടുക്കും. അപ്പൊ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ നന്നായിട്ട് ഞാൻ വാങ്ങുമ്പോ ഇത്രയേ ഉള്ളായിരുന്നു. ഇപ്പൊ നല്ല തഴച്ച് വളർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് വളമൊന്നും ഇടുന്നില്ല, അതില് കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് എന്റെ മെഷീനാണ് ഇത്, ഇവിടെ സ്റ്റിച്ച് ചെയ്യും, പിന്നെ ഇവിടെ തേക്കാനും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കും. പിന്നെ വന്നിട്ട് ഇവിടുത്തെ CC പ്ലാന്റും കൂടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇനി എന്റെ മനസ്സിൽ നല്ല പ്ലാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒരുപാട് സെറ്റ് ചെയ്യണം. എന്നിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യണം, എല്ലാവരും കാണുന്നതാണെന്നല്ല. പക്ഷെ ഇന്നിങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്ന് തോന്നിയ ഒരു തോന്നലിന് ഒരു വീഡിയോ ചെയ്ത. അപ്പൊ കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പൊ വീഡിയോസ് ഒക്കെ കാണുക. പിന്നെ ഇനി പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ പിന്നെ ഇനി ഏതൊക്കെ രീതിയിലുള്ള വീഡിയോസ് ഒക്കെ വേണമെന്നുള്ളതൊക്കെ കമന്റ് ചെയ്യുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.